ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചൈനീസ് വ്ലോഗ്. ഇന്ന് ഇവിടെ ഭയങ്കര മഴയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് കപ്പയും മീൻകറിയും കട്ടൻ കാപ്പിയും കൂടി ആയാലോ എന്ന്. കപ്പയും മീൻകറിയും കട്ടൻ കാപ്പിയും, ആഹാ അടിപൊളി, നല്ല രസമാണ് മഴയത്ത് അങ്ങനെ കഴിക്കാൻ. അതും വിറകടുപ്പിൽ കൂടി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞങ്ങളിന്ന് വിറകടുപ്പിൽ കപ്പയും മീൻകറിയും എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. നല്ല ടേസ്റ്റി മീൻകറി. ഞങ്ങൾ കുറച്ച് കപ്പ, 1 കിലോ 1.5 കിലോ അത്രയും കപ്പ എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ മേടിച്ചിരിക്കുന്ന മീൻ ഓലമീനാണ്. ഓലമീൻ എന്ന് എല്ലാവർക്കും അറിയുമെന്ന് അറിയത്തില്ല. പറയുമ്പോൾ തന്നെ വായിൽ വെള്ളൂറുവാണ് കേട്ടോ. അപ്പം ഞങ്ങളത് കാണിച്ചു തരാം. ഓക്കെ, അതിനു മുമ്പ് ഞാൻ പുതിയ ഒരു വ്ളോഗറാണ് കേട്ടോ. ഇനി എനിക്കങ്ങനെ വ്ളോഗൊന്നും എടുക്കാറില്ല, എടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ വാച്ച് ചെയ്യണം, സ്കിപ്പ് അടിച്ച് പോകരുത്. വീഡിയോ ഫുൾ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഞങ്ങളിപ്പോൾ നല്ല അടിപൊളി കപ്പ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല കപ്പയാണ്, കയ്പൊന്നുമില്ല. പച്ചയ്ക്ക് കഴിക്കുമ്പോൾ കയ്പൊന്നും ഇല്ല കേട്ടോ. അത് നമ്മളിങ്ങനെ ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതാണ് ഓലമീന്. ഞങ്ങൾ 1 കിലോ മേടിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ ആദ്യം തന്നെ കുറച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മുളകും മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട്, മല്ലിപ്പൊടിയില്ല, മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഞങ്ങൾ ഒരു ചെറിയ കലത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കപ്പ വേവാൻ വേണ്ടി വെച്ചിരിക്കുന്നേ. കപ്പ നല്ല വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇതാണ് മീൻകറിക്കുള്ള കൂട്ട്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞങ്ങൾ കാന്താരി മുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടെ കടുക് പൊട്ടിക്കുമ്പോൾ കുറച്ച് ഉലുവയും കൂടെ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്നാലും ഞങ്ങൾ ചുമ്മാ വിറകടുപ്പിൽ ഉണ്ടാക്കുമ്പോൾ ഒരു വേറെ രുചിയല്ലേ, അതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ പറയുന്നത്. കുറച്ച് കടുകും ഉലുവയും ഇടും ആദ്യം. അത് എനിക്ക് ഈ പറഞ്ഞ ഉള്ളിയും എല്ലാം കാന്താരി മുളകും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കാന്താരി മുളക് ഇടുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ കറിവേപ്പില, ഇഞ്ചി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പിന്നെ കാന്താരി മുളക്. ഇത് ഞങ്ങൾ ആദ്യം ഉണ്ടാക്കി വെച്ച ഒരു മിക്സറാണ്. ഇത് മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് മതി മല്ലിപ്പൊടി, അത് കഴിഞ്ഞിട്ട് പിന്നെ ഫിഷ് മസാല, ഇതിനെല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ വിശ്രമ വേളയിൽ ഊഞ്ഞാൽ, ഞങ്ങളുടെ അടുപ്പിൻ്റെ അടുത്ത് ഊഞ്ഞാലുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ. ഇത് തിളച്ച് വരുമ്പോൾ ഞങ്ങൾ ഓലമീൻ ഇട്ട് കൊടുക്കും. ഓലമീൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. കഷ്ണം മീനിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ളതാണ്. പിന്നെ ഞങ്ങളുടെ മീൻകറി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ കടുക് വറുക്കാം. കപ്പ കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതിലും കാന്താരിയാണ്, ചെറിയുള്ളിയും കാന്താരിയും കൂടെ ചതച്ചിട്ടാണ് ഞങ്ങൾ കപ്പ കടുക് വറുക്കുന്നത്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങൾക്ക് കാന്താരിയൊക്കെ ഞങ്ങളുടെ വിറകടുപ്പിൻ്റെ അടുത്ത് തന്നെയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ഇങ്ങനെ സുഖമാണ്, ഇങ്ങനെ പറിക്കുക, ഇങ്ങനെ ചതയ്ക്കുക, ഉരുളിയിലേക്ക് ഇടുക. കുറച്ച് ഞങ്ങൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പിന്നെ ഈ കുഞ്ഞുള്ളിയും കാന്താരി മുളകും കൂടി ചതച്ചതും കൂടി ഇടും. കറിവേപ്പില പിന്നെ മസ്റ്റാണല്ലോ. വേണമെങ്കിൽ മഞ്ഞപ്പൊടി ഇടാം കേട്ടോ. ഞങ്ങളന്ന് മഞ്ഞപ്പൊടിയൊന്നും ഇട്ടില്ല. യൂഷ്വലി ഞങ്ങൾ ഇടാറുണ്ടായിരുന്നു, അന്ന് ഞങ്ങൾ മറന്നുപോയി മഞ്ഞപ്പൊടി ഇടാൻ. ഇതാണ് ഞങ്ങളുടെ ഫൈനൽ കപ്പയും മീൻകറിയും. എന്തൊക്കെ പറഞ്ഞാലും വിറകടുപ്പിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എന്താ ചേച്ചി നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ